സഞ്ജു സാംസൺ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ 2025 സീസൺ IPLിലെ ആദ്യ 3 മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിനെ നയിച്ചത് യുവതാരം റിയാൻ പരാഗാണ്. പരാഗിന് കീഴിൽ കളിച്ച ആദ്യ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട റോയൽസ് 3-ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. 2ാം ഹോം ഗ്രൗണ്ടായ ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ 6 റൺസ് ജയമാണ് രാജസ്ഥാൻ നേടിയത്. IPL നായകനായി നേടിയ ആദ്യ വിജയത്തിന് പിന്നാലെ റിയാൻ പരാഗ് മറ്റൊരു സംഭവത്തിന്റെ പേരിൽ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ കളിക്ക് ശേഷമുള്ള റിയാൻ പരാഗിന്റെ ആറ്റിറ്റ്യൂഡാണ് ക്രിക്കറ്റ് ലോകത്തെ കലിപ്പിലാക്കിയത്. മത്സരശേഷം റിയാൻ പരാഗുമായി ബർസാപറ സ്റ്റേഡിയത്തിലെ സപ്പോർട്ട് സ്റ്റാഫ് അംഗങ്ങൾ ഫോട്ടോസ് എടുത്തിരുന്നു. എന്നാൽ ഫോട്ടോ എടുത്തതിന് ശേഷം സപ്പോർട്ട് സ്റ്റാഫിന് ഫോൺ എറിഞ്ഞു നൽകുകയായിരുന്നു പരാഗ്. പരാഗ് എറിഞ്ഞ ഫോൺ കൃത്യമായി സപ്പോർട്ട് സ്റ്റാഫ് പിടിച്ചതുകൊണ്ട് ഫോണിന് കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല. എന്നാൽ അരോചകമായ രീതിയിലാണ് പരാഗ് ഫോൺ എറിഞ്ഞു നൽകിയതെന്നും ആരാധകരോട് അല്പമെങ്കിലും ബഹുമാനം കാട്ടാൻ പരാഗ് ഇനിയെങ്കിലും പഠിക്കേണ്ടതുണ്ട് എന്നുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. ഇതിനിടെ സീസണിലെ ആദ്യ ജയത്തിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസിന് ഒരു തിരിച്ചടി കൂടി ലഭിച്ചിരുന്നു. CSKക്കെതിരായ ടീമിന്റെ കുറഞ്ഞ ഓവർ നിരക്ക് ക്യാപ്റ്റൻ റിയാൻ പരാഗിന് വമ്പൻ പിഴ ലഭിക്കാൻ കാരണമായി. ചെന്നൈക്കെതിരായ കളിയിൽ അനുവദിക്കപ്പെട്ടതിലും സമയം കൂടുതലെടുത്താണ് രാജസ്ഥാൻ റോയൽസ് 20 ഓവറുകൾ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ 12 ലക്ഷം രൂപ റിയാൻ പരാഗിന് പിഴ ഒടുക്കേണ്ടി വരും. ഈ സീസണിൽ ആദ്യമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുന്നത്. ഈ സീസണിലെ ഓവർ നിരക്കിലെ വീഴ്ചയെ തുടർന്ന് പിഴശിക്ഷ ലഭിക്കുന്ന 2ാമത്തെ നായകനാണ് റിയാൻ പരാഗ്. നേരത്തെ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്കും സമാന കാര്യത്തിന് ശിക്ഷ ലഭിച്ചിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ കളിയിലെ കുറഞ്ഞ ഓവർ നിരക്കായിരുന്നു മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിനയായത്. എന്നിരുന്നാലും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് നയിച്ചതോടെ IPLിലെ ഒരു കിടിലൻ നേട്ടവും റിയാൻ പരാഗ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ വിജയം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന നേട്ടമാണ് പരാഗിന് സ്വന്തമായിരിക്കുന്നത്. ശ്രേയസ് അയ്യറിന്റെ പേരിലായിരുന്നു ഇക്കാര്യത്തിൽ ഇത്രയും നാൾ റെക്കോർഡ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തുമ്പോൾ 23 വർഷവും 140 ദിവസവുമായിരുന്നു പരാഗിന്റെ പ്രായം. ഡൽഹി ക്യാപിറ്റൽസ് നായകനായിരിക്കെ 23 വർഷവും 163 ദിവസവും പ്രായമുള്ളപ്പോഴാണ് CSK വീഴ്ത്തി ശ്രേയസ് ഇത്ര നാളും ഈ റെക്കോർഡ് കൈവശം വെച്ചത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റിൽ 182 എന്ന സ്കോറാണ് നേടിയത്. 36 പന്തിൽ 81 റൺസ് എടുത്ത നിതീഷ് റാണയായിരുന്നു ടോപ്പ് സ്കോറർ. 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയുടെ മറുപടി 6 വിക്കറ്റിൽ 176 ഒതുങ്ങി. 44 പന്തിൽ 63 റൺസ് നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈക്കായി പൊരുതിയത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വനിന്ദു ഹസരംഗ 4 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയിരുന്നു.